കോട്ടയം പിടിക്കാൻ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുമ്പോൾ ഇരുകൂട്ടരും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഒരു നിയോജക മണ്ഡലത്തിലാണ്. അത് ഏത് മണ്ഡലമാണെന്നല്ലേ? കെ മാണിയുടെ സ്വന്തം പാലാ മണ്ഡലത്തിലെ മുന്നേറ്റം കേരള കോൺഗ്രസ് പോരിലെ വിജയപ്രതീകമായിട്ടാണ് ഇവർ കാണുന്നത്. കേരള കോൺഗ്രസുകളുടെ ഈറ്റില്ലമെന്നാണ് പാലാ അറിയപ്പെടുന്നത്. എന്നാൽ കെ മാണിയുടെ മരണശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒന്നിച്ചു നിന്നവർ പരസ്പരം പോരടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ പാലായിൽ കരുത്തരാര് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ഇരു കേരള കോൺഗ്രസുകളും നടത്തുന്നത്. കോട്ടയത്തെ ജയം മാത്രമല്ല, പാലായിൽ എത്ര വോട്ട് കിട്ടിയെന്നതും കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ച വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ പോരാട്ടത്തിൽ വീറും വാശിയും ഏറ്റവും കൂടുതൽ പാലായിൽ തന്നെ. പാലായിൽ വളരെ നല്ല പിന്തുണയും പ്രോത്സാഹനവും ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. വളരെ നല്ല രീതിയിലാണ് പാലായിലെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളുടെ വെറും മിനിമം പ്രചരണം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ ഏറ്റവും ബെയർ മിനിമം പ്രചരണമാണ് ഞങ്ങൾ നടത്തുന്നത്. കെ എം മാണിയെ പിന്തുണയ്ക്കുമ്പോഴും പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലാക്കാരുടെ മനസ്സ്. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചിറങ്ങിയ ജോസ് കെ മാണിയെ കന്നി അംഗത്തിൽ പരാജയപ്പെടുത്തുമ്പോൾ PC തോമസിനൊപ്പം നിന്നു പാല. എന്നാൽ കോട്ടയം മണ്ഡലത്തിലേക്ക് പാല എത്തിയപ്പോൾ അതേ ജോസ് കെ മാണിയെ 2 തവണ മുന്നിലെത്തിച്ചു പാലാക്കാർ. 2009 24,351 വോട്ടുകളുടെ ഭൂരിപക്ഷവും 2014 31,399 വോട്ടുകളുടെ ഭൂരിപക്ഷവും നൽകി. കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടനും നൽകി 33,472 വോട്ടിന്റെ ഭൂരിപക്ഷം. കാര്യങ്ങൾ ജോസ് കെ മാണിക്കും കൂട്ടർക്കും അത്ര എളുപ്പമല്ല. പാല നഗരസഭയിൽ LDFനുള്ളിലെ കലഹം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും അടിത്തട്ടിൽ പലതും പുകയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് 54 വർഷം മാണി സാർ ഇവിടെ കരുതിയ ആ ഒരു കരുതലിന്റെ വോട്ടുണ്ട്. ആ കരുതലിന്റെ വോട്ട് ഇവിടെ ചേരുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷം ജയിക്കാനുള്ള സാധ്യത. ജോസഫ് വിഭാഗത്തിന് പാലായിൽ കാര്യമായ സ്വാധീനമുണ്ട്. എന്നാൽ ഇത്തവണ ജില്ലയ്ക്ക് പുറത്തുനിന്നും സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൽ വലിയ നീരസമുണ്ട് പല നേതാക്കൾക്കും. തുറന്നു പറയുന്നില്ലെങ്കിലും പ്രചാരണ രംഗത്ത് ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാലായില് തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണി കരുത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാണി കാപ്പൻ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടിയൊരു ഭൂരിപക്ഷത്തിൽ തവണയും ഞങ്ങൾ വിജയിക്കും. അടിയൊഴുക്കുകൾ സജീവമായ പാലായിൽ ആർക്കെങ്കിലും വലിയ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് കാത്തിരുന്നു കാണണം. അങ്ങനെയുണ്ടായാൽ എതിർഭാഗത്തുള്ള കേരള കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും. മികച്ച റോഡുകളുള്ള പാലായിലൂടെ സുഖകരമായി നമുക്ക് യാത്ര ചെയ്യാം. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലാക്കാരുടെ മനസ്സിലേക്കെത്താനുള്ള യാത്ര കേരള കോൺഗ്രസുകാർക്ക് അത്ര സുഖകരമായിരിക്കില്ല. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24.